പ്രേക്ഷിത പ്രവർത്തനങ്ങളും മറ്റും ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളത്. അതുകൊണ്ട് അമ്മ തന്നെ എന്നെ സംരക്ഷിക്കണമേ, അമ്മ എനിക്ക് വഴി കാട്ടിത്തരണമേ, എന്താണോ അമ്മയുടെ ഹിതം അത് നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രെയർ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഏപ്രിൽ 10 കടന്നു പോകുന്നു. പക്ഷെ അതിനുള്ളിൽ വേറൊരു കാര്യം സംഭവിച്ചു. ഞാൻ വെച്ച നിയോഗങ്ങളിൽ ഒരു നിയോഗമുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ, ഞങ്ങളും തമ്മിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ബ്രദറായിരുന്നു എന്നെ. ആ ബ്രദറിനെ എന്നെയും അമ്മയെയും കണ്ണിൽ കണ്ടുകൂടാൻ മേലാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് വന്നു. ആ ബ്രദറിൻ്റെ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നെ കാണുമ്പോഴൊക്കെ വളരെയധികം മോശമായി സംസാരിക്കുകയും വീട്ടിൽ വരാൻ പാടില്ല എന്ന് വരെയും പറയുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ആകെ തകർന്നു പോയി ജീവിക്കുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് നിയോഗം വെച്ചിരുന്നു, അമ്മേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബ്രദറിനെയും അമ്മേനെയും ഒക്കെ തമ്മിൽ യോജിപ്പിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമെന്നൊരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ കരുതിയിരുന്ന കാര്യം കഴിഞ്ഞ ഈസ്റ്റർ പെസഹാടെന്ന് ഞാൻ വീട്ടിൽ വരികയും ഞാനും അമ്മയും കൂടെ മാത്രമാണ് ഇരുന്ന് അപ്പം മുറിക്കുന്നത്. ബ്രദർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ ആ ബ്രദർ ഞങ്ങളെ എല്ലാവരെയും വിളിക്കുകയും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അപ്പം മുറിച്ച് ആ പെസഹ ആചരിക്കുകയും ചെയ്തു. അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ബ്രദർ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കുടുംബത്തിലെ സമാധാനം ഞങ്ങൾക്ക് കിട്ടി. അത് വലിയ അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഞാൻ ഈ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു, എൻ്റെ ഒരു ബ്രദറിനെ വാൽവിന് തകരാറുണ്ടായിരുന്നു. 2018 അത് കണ്ടുപിടിക്കപ്പെട്ടത്. ശ്വാസ സംബന്ധമായിട്ടുള്ള തടസ്സം കൊണ്ട് ആസ്മയാണെന്ന് കരുതിയാണ് ഇരുന്നത്. എന്നാൽ 2018 പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ആസ്മ പോലെ കൂടുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് 3 ബ്ലോക്ക് ഉണ്ടെന്ന്. ആ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അവിടെ നിന്ന് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പലപ്പോഴും വയ്യായ്മ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2022 നവംബറിൽ ഞാനും ആ ബ്രദറും കൂടി